പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പല ആളുകൾക്കും ലഭിക്കുന്നുണ്ട്. പക്ഷേ പെൻഷൻ തുക, ക്ഷേമ പെൻഷൻ തുക വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ തുക നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ 7 മാസമാകുന്നു, 6 മാസം കഴിഞ്ഞ് 7 മാസമാകുന്നു. പക്ഷേ മറ്റെന്തെങ്കിലും പെൻഷൻ സ്കീമുകൾ ഉണ്ടോ എന്ന് ചോദിച്ച് വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ തുക ഇനി സർക്കാരിന്റെ ഔദാര്യം പോലെ ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റ് 2 പെൻഷൻ പദ്ധതികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. ക്ഷേമ പെൻഷൻ തുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഒരു ഔദാര്യമായിട്ട് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു തുക ആരുടെയും വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതല്ല, നമ്മുടെ സംസ്ഥാനത്തുള്ള ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പിരിഞ്ഞു കൊടുക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെയാണ് പല മന്ത്രിമാരും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അത്രയ്ക്ക് ദഹിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലോ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോ അല്ല. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് തീർച്ചയായിട്ടും കുറച്ച് കടമകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത ഇലക്ഷനൊക്കെ വരുന്നതിന് മുമ്പാകെ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷൻ തുക ലഭിക്കാത്ത ആളുകളാണ് വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് ഇവർ ചോദിക്കുന്നുണ്ട്, ഈ ക്ഷേമ പെൻഷൻ തുക പോലെ മറ്റെന്തെങ്കിലും പെൻഷൻ സ്കീമുകൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി 2 പെൻഷൻ പദ്ധതികളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത് APY എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3000 മുതൽ 5000 രൂപ വരെ, അല്ലെങ്കിൽ 1000 മുതൽ 5000 രൂപ വരെ നിങ്ങൾക്ക് പെൻഷൻ തുക മാസം ലഭ്യമാകും. 18 വയസ്സ് മുതൽ പ്രായമുള്ള ഒരു ആളിന് ഇതിന് അംഗമാകുവാൻ സാധിക്കും. നിങ്ങൾക്ക് ചെറിയൊരു തുക ഈ ഒരു പദ്ധതിയിൽ മാസം നിക്ഷേപിക്കുക. അതിനുശേഷം 60 വയസ്സിന് മുകളിൽ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതി പ്രകാരം 5000 രൂപ വരെ മാസം തോറും പെൻഷൻ മുടങ്ങാതെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈ പദ്ധതി പ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് എത്ര രൂപയാണോ പെൻഷൻ വേണ്ടത് അത് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ആനുപാതികമായിട്ടുള്ള തുക കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപം ഉണ്ടാവും. ആ ഒരു രീതിയിലായിരിക്കും പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുക. APY എന്ന് പറയുന്ന പദ്ധതി വളരെ വലിയ ഒരു സ്കീമിലേക്കൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശ്രമയോഗി മൻധൻ യോജന എന്ന് പറയുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി എന്ന് പറയുന്നത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക്, ഒരു വീട്ടിലെ 2 പേർക്കും ഈ ഒരു പെൻഷൻ വാങ്ങുവാൻ സാധിക്കും. അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരല്ലാത്ത, 25000 രൂപയ്ക്ക് മുകളിൽ വരുമാനമില്ലാത്ത, മറ്റെന്തെങ്കിലും ഉയർന്ന ജോലിയുള്ളവരല്ലാത്ത ആളുകൾക്കെല്ലാം തന്നെ ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും. ഇവർക്ക് മാസം തോറും 3000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണിത്. ഒരു 60 വയസ്സ് വരെയാണ് ഈ ഒരു പദ്ധതിയുടെ മെച്യൂരിറ്റി പീരീഡ്. അതിനുശേഷമായിരിക്കും തുക ലഭിക്കുക. ഈ ഒരു പദ്ധതിയൊക്കെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ്. പങ്കാളിത്ത പെൻഷൻ പോലെ തന്നെ കേന്ദ്ര സർക്കാരും ജനങ്ങളും ഒക്കെ ഈ ഒരു പദ്ധതിയിലേക്ക് പണം നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 പ്രധാന പദ്ധതികളാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ, കാണുന്ന മറിക്ക് മറുപടി തരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ഈ ഒരു വിഷയം അറിയത്തില്ലാത്ത ആളുകളുണ്ട്. ക്ഷേമ പെൻഷനൊക്കെ ഇതുപോലെ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള പദ്ധതികളുടെ അവസരങ്ങൾ വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു പദ്ധതിക്കുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്തിയെടുക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഈ ഒരു കാര്യം മറ്റൊരു ആളുകൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.